അപ്പോൾ നമ്മൾ പ്രകൃതി ഭംഗിയാൽ മനോഹരമായ നമ്മുടെ മാമലക്കണ്ടത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയെടുത്തൊരു ചെറിയൊരു വിഷ്വലാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അടിമാലിയിൽ നിന്നാണ് വരുന്നത്. അടിമാലിയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്ററാണ് നമ്മുടെ മാമലക്കണ്ടത്തിലേക്കുള്ളത്. കോതമംഗലത്ത് നിന്ന് വരുവാണെങ്കിൽ 32 കിലോമീറ്ററുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ ഈ ഒരു പ്രദേശം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും മഴ ആയതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളും ഉറവുകളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നതും എല്ലാവരും വന്ന് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക. ഈ മഴയാണെന്നും പറഞ്ഞ് വീട്ടിലിരിക്കാതെ നല്ല രസമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുക. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങിയതാണ് ട്രിപ്പൊക്കെ അടിക്കാനായിട്ട് കണ്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ഈ വഴികളൊക്കെ അതിമനോഹരമാണ്. അപ്പോൾ അതവിടെ അവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ ഒരു കുഴിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുളമുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല ഉറവച്ചാലുകളതാ. എന്തായാലും രസം. ഈ മഴയൊക്കെ പെയ്തോടെ നല്ല പച്ചപ്പായി. ഏതാണ് ആ കുളം? നല്ല ഇതൊക്കെ നമ്മുടെ കസിൻസാണ്. ഓക്കെ ഓക്കെ ഇവിടെ വന്ന് കണ്ടോ കണ്ടോ എല്ലാവരും കസിൻസാണ്. ഓക്കെ, നമുക്കപ്പോൾ മാമലക്കണ്ടത്തേക്ക് ഉള്ള യാത്ര തുടരാം. അപ്പോൾ അട്ടയൊക്കെ ഉണ്ടെന്നാണ് ആദ്യമേ വിചാരിച്ചത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ. ഇനിയിപ്പോൾ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നല്ല വഴിയൊക്കെയാണ്. അപ്പോൾ ഇരുമ്പുപാലത്ത് വന്നിട്ടാണ് ഞങ്ങളിങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നത്. വലത്ത് ഭാഗത്തേക്ക് ഉള്ള ചെറിയ വഴികൾ തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ഒരു മഴക്കാല കാഴ്ചകളൊക്കെ ഭംഗിയാക്കുന്നത് ഇതുപോലുള്ള നീരുറവകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ എടുത്തുകൊണ്ടോ ഉറവെടുക്കുന്നത് കാണാം. അപ്പോൾ അത് മുകളിലോട്ട് പോയാൽ മലയുടെ സൈഡിലേക്കൊക്കെ പോകാം. അതുകൊണ്ടോ എന്ത് രസമല്ലേ. ഇവിടെ നിന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ദൂരെ നിന്ന് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് ആ മാമലക്കണ്ടത്തേക്കുള്ള യാത്ര തുടരാം. ഈ കാണുന്ന വണ്ടികളെല്ലാം മാമലക്കണ്ടത്തേക്ക് പോകുന്നതാണ്. വളരെ ശാന്തമായൊരു ക്ലൈമറ്റാണ് കൊണ്ടോ. നല്ല ഈ വണ്ടികളൊക്കെ പോകുന്ന ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പക്ക സൈലൻ്റാണ്. ഈ കാട് തന്നെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വനത്തിക്കട പോകുന്ന ഒരു ആംബിയൻസും ഫീലും വളരെ മനോഹരമാണ് ഈ റോഡ് ട്രിപ്പ്. എനിക്ക് തോന്നുന്നു ബ്ലോഗർമാരാൽ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഈ മാമലക്കണ്ടം. അപ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇടവഴികളിലൊക്കെ നമ്മൾ കുറേ തോടുകളും കാര്യങ്ങളും കണ്ടു. അവിടെയൊക്കെ നിറയെ ആൾക്കാർ ഇറങ്ങി നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാം. പിള്ളേർ സഹിതമുണ്ട്. എങ്ങനെ നോക്കിയാലും വണ്ടികളിങ്ങനെ നിർത്തിയിട്ടുണ്ട്. ആ നിർത്തിയിട്ടേക്കുന്നതിനൊക്കെ അവിടെ ചെറിയ പോകുന്ന ഒരു തോടുണ്ട്. ആ തോട്ടിൽ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവർ വണ്ടിയൊക്കെ നിർത്തി. ഇതുണ്ടോ, ഇതിന് താഴെയൊക്കെ ബൈക്ക് കിടക്കുന്നു. ഇവിടെ എല്ലാം സ്കൂട്ടി ബൈക്ക് കിടക്കുന്നു. ഇവിടെ താഴെ കണ്ടോ ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് മാമലക്കണ്ടം ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ടൂറിസ്റ്റുകൾ എല്ലാവരും ഈ ഒരു തണുപ്പും മഞ്ഞും ഒക്കെ ആസ്വദിക്കാനായിട്ട് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ ആ സൈഡിലേക്കുള്ള അത്രയും തണുപ്പൊന്നും ഇല്ല ഇവിടെ. എന്നാലും നിറയെ ആൾക്കാരുണ്ട്. വളരെ നല്ല കൂൾ കാലാവസ്ഥ. ഇന്ന് മഴയുമില്ല വെയിലുമില്ല. നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം. ഈ സമയത്തൊക്കെ ഇന്ന് ഇതിൽ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. മാമലക്കണ്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് എസ്പെഷ്യലി നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. കാരണം അവിടെ ചെല്ലുന്ന ആ ഒരു എൻഡ് പോയിൻ്റ് ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നത് വളരെ മനോഹരമാണ്. പോകുന്ന വഴികളിലൂടെയുള്ള ഇതുപോലുള്ള നല്ല നല്ല സീനറികളൊക്കെ നമ്മൾ ഇറങ്ങി ആസ്വദിച്ച് വേണം പോകും. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങോട്ടുള്ള ഈ ഒരു ട്രാവലിങ് വളരെ നഷ്ടമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും ഒരു അഭിപ്രായം. അപ്പം നിങ്ങളും വരുമ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഓരോ ടൂറിസ്റ്റുകളും ഓരോ ചെക്കന്മാരും അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ഇറങ്ങി നിന്ന്
നന്നായിട്ട് കുളിക്കുന്നതും ഒക്കെ തൊട്ട് മുമ്പ് കാണാം. അപ്പോൾ നമുക്ക് ഈ കാട്ടിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് എന്ത് സംഭവിക്കും. ഉണ്ടോ, നല്ല ഭംഗിയുള്ള അരുവി ഒഴുകി വരുന്നതുകൊണ്ടോ എന്ത് രസമാണ് നോക്കി, എന്താ രസം. ഇതൊക്കെ ഈ പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം തോന്നുന്നു. കാരണം ഇത്രയും നാളുകൾ നടന്നിട്ട് കണ്ടില്ല. പക്ഷേ മാമലക്കണ്ടത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ നമ്മൾ ഇറങ്ങി സമയം സ്പെൻഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഈ ഒരു ട്രിപ്പ് നമുക്ക് എന്താ പറയുക നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഒറ്റയടിക്ക് പോകാതെ. എന്നാ രസം നോക്കി. അപ്പോൾ വളരെ നല്ല തണുത്ത വെള്ളമാണ് കണ്ടോ. ഇത് ഒരു മുഖമൊക്കെ കഴുകാനും നല്ല ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ, സൂപ്പർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ മാമലക്കണ്ടത്തേക്ക് വരുമ്പോൾ ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ ഇറങ്ങി നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പോവുക. പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. എന്തായാലും നമുക്ക് അടിമാലി അല്ലെങ്കിൽ ചെറിയ ദൂരമല്ലേ ഉള്ളൂ, അടിമാലി പോകണമെങ്കിൽ 26 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ കോതമംഗലത്തിന് തിരിച്ചു പോകണമെങ്കിൽ ഏകദേശം 32 കിലോമീറ്റർ, അത്രയൊക്കെ ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നമുക്ക് അടുത്തൊരു സേഫ് സ്ഥലത്തേക്ക് നമുക്ക് മാറാവുന്നതാണ്. രാത്രി കാലങ്ങളിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വരുന്ന വഴി ആനപ്പിണ്ടങ്ങളൊക്കെ ധാരാളം കണ്ടിരുന്നു. കാരണം ആനയുടെ ഒരു പ്രസൻസ് വളരെയധികം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സേഫ് ആയിരിക്കും അവിടെ വന്നിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇതുപോലെ കാഴ്ചകൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് എറണാകുളം ജില്ലയുടെ ഇടുക്കിയുടെയും ബോർഡറിനടുത്താണ് ഈ സ്ഥലം ഉള്ളത് തന്നെ. അപ്പം വഴി എന്നൊക്കെ പറഞ്ഞാൽ തീരെ മോശമാണ്. പഴയ രീതിയിലുള്ള ആ ഒരു ഇടുങ്ങിയ ചെറിയ ടാറിങ് റോഡാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നല്ലൊരു വഴി തന്നെ ഇങ്ങോട്ട് ഇനിയിപ്പോൾ വേണ്ടി വരും. അതുപോലെ ആണിപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോകുന്നത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സ്ഥലങ്ങൾ എത്രയെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തിരക്കും ചെറിയൊരു ജംഗ്ഷനും കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ കടകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓ എന്താ അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ ഞങ്ങളിത് അടുക്കാറാവുന്നതും ഇവിടെ വണ്ടികളുടെ എണ്ണമൊക്കെ കൂടി വരുന്നു, തിരക്ക് കൂടി വരുന്നു. നമ്മൾ ഡെസ്റ്റിനേഷനൊക്കെ എത്താറായി. അപ്പോൾ ഗവൺമെൻറ് ആ സ്കൂളിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ നിറയെ കടകളൊക്കെ ആയി, നല്ല രീതിയിലൊക്കെ ഇവിടെ ടൂറിസം ഡെവലപ്പായിട്ടുണ്ട്. അതുപോലെ കാണാനുണ്ട്. ാണ് ആ സ്ഥലം. നമ്മൾ മാമലക്കണ്ടം വന്നിരിക്കുകയാണ്. നമ്മുടെ ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിറയെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് തന്നെ. ഇവിടെ നിറയെ കടകളും ഒക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ട് തന്നെ. ബ്ലോഗർമാരാൽ പ്രശസ്തമായി എടുത്തൊരു സ്ഥലം എന്നാണ് നമ്മൾ വിക്കിപീഡിയ പോലും നോക്കിയപ്പോൾ കണ്ടത്. ഇത്ര മനോഹരമാണ്. ഇപ്പോൾ ഒന്നും മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഉറവയുള്ള ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഉറവ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പറ്റിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കുറവാണ്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. സഞ്ചാരികളുടെ തിരക്ക് നല്ല രീതിയിലുണ്ട് ഇവിടെ. നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് തുടങ്ങിയതല്ല,
സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം, മനസ്സിലാക്കാം. അല്ല, ഗവൺമെൻറ് ഹൈസ്കൂള്. ചേട്ടാ, നമ്മുടെ ജീപ്പ് സഫാരി എങ്ങനെയാണ്? ജീപ്പ് സഫാരി കാണുന്ന മലയുടെ ടോപ്പിലേക്കാണ് കോയിനിപ്പാറ. അതെന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ദൂരം 35-40 മിനിറ്റ് വേണം. 4x4 ജീപ്പുകൾ മാത്രം കയറി പോകണം. വലിയ ഓഫ് റോഡാണ്, വലിയ വ്യൂ പോയിന്റ്. നമുക്കത് പോയിട്ട് ഇറങ്ങി വരാൻ 2 മണിക്കൂർ മതിയോ? പിന്നീടുള്ളത് ഈ മലയുടെ ലാസ്റ്റ് എൻഡിൽ മുനിപ്പാറ. അവിടെ എങ്ങനെയുള്ള കാഴ്ചകളൊക്കെ? അവിടെ വലിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ പണ്ട് ഈ മുനിമാർ താമസിച്ചൊരു മുനിയറയുണ്ട്. പിന്നെ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. പിന്നെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അത് പോയിട്ട് വരാൻ 1 മണിക്കൂർ. അതിനൊരു വണ്ടിക്ക് 5 പേര് 6 പേര് 1000 രൂപ. 1000 രൂപ ചെറിയ ചിലവേ ഉള്ളൂ. ഓക്കെ, രണ്ടുമാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാമലക്കണ്ടത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.